രാധേ കൃഷ്ണ ശ്രീ ഗുരുവായൂരപ്പ ശരണം. സുഹൃതികളായ എല്ലാ പുണ്യാത്മാക്കൾക്കും വിനീതമായ നമസ്കാരം. 2026 ഫെബ്രുവരി 13 അഥവാ കുംഭമാസം 1 വെള്ളിയാഴ്ച, ഫാൽഗുന മാസത്തിലെ കറുത്ത പക്ഷ ഏകാദശിയായ വിജയ ഏകാദശിയാണല്ലോ. ത്രേതായുഗത്തിലെ അവതാരപുരുഷനായ ശ്രീരാമചന്ദ്ര സ്വാമി പോലും ജഗദാൽഭ്യ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം ഈ വിജയ ഏകാദശി ഭരിച്ചതായി, അതിലൂടെ എല്ലാവിധ ജീവിത വിജയവും നേടാൻ സാധിച്ചു എന്ന കഥ പത്മപുരാണത്തിൽ പറയപ്പെടുന്നു. അതുകൊണ്ട് എല്ലാവർക്കും ഈ വിജയ ഏകാദശി അനുഷ്ഠാനത്തിലൂടെ ഇഹത്തിൽ എല്ലാവിധ ജീവിത വിജയവും പരലോകത്ത് അക്ഷയമായ മോക്ഷവും സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിജയ ഏകാദശിയിലേക്ക് നമുക്കൊന്ന് സ്മരിക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. त्यक्त्वा सुदुस्त्यज सुरेप्सितराज्यलक्ष्मीं धर्मिष्ठ आर्यवजसा यदगाधरण्यं, मायामृगं देदे स्फितमन्वदावत्, वन्दे महापुरुष ते चरणारविन्दं, वन्दे महापुरुष ते चरणारविन्दं, वन्दे महापुरुष ते चरणारविन्दं. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ, രഘുനാഥായ നാഥായ സീതായാം പതയേ നമഃ. അപ്പോൾ ശ്രീരാമചന്ദ്രസ്വാമി പോലും എല്ലാവിധ ജീവിത വിജയങ്ങൾക്കും വേണ്ടി ജഗദാൽഭ്യ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം അനുഷ്ഠിച്ച ഏകാദശിയാണ് ഫാൽഗുന മാസത്തിലെ കറുത്ത പക്ഷ ഏകാദശിയായ വിജയിക ഏകാദശി. ഏകാദശി തിഥി ആരംഭിക്കുന്നത് ഫെബ്രുവരി 12 ഉച്ചയ്ക്ക് 12:22 ആരംഭിച്ച് ഫെബ്രുവരി 13 ഉച്ചയ്ക്ക് 2:25 വരെയാണ് ഏകാദശി തിഥി ഉള്ളത്. ഏകാദശിയും മഹാദ്വാദശിയും ചേർന്ന് വരുന്ന ഫെബ്രുവരി 13 വെള്ളിയാഴ്ച വളരെയധികം പ്രാധാന്യമുണ്ട്. ഏകാദശിയുടെ അധിഷ്ഠാന ദേവത വിഷ്ണു ആയതുകൊണ്ട് വിഷ്ണുപ്രീതികരങ്ങളായ അനുഷ്ഠാനങ്ങൾക്ക് പ്രാധാന്യം. ഏകാദശിയുടെ പിന്നീട് വളരെ പ്രാധാന്യമുള്ള സമയമാണ് ഹരിവാസര സമയം. അത് 13 രാവിലെ 8:46 ആരംഭിച്ച് 8:40 PM വരെ, രാത്രിയിൽ 8:40 വരെയാണ് ഹരിവാസര സമയം. ആ സമയത്ത് ധാരാളം ഈശ്വരനാമങ്ങൾ, അല്ലെ ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ നാരായണായ, അതുപോലെ ഭഗവത്ഗീത, ഭാഗവതം, നാരായണീയം, ഇങ്ങനെ ഈശ്വര ചിന്തകളോടുകൂടി ഇരിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ. പിന്നീട് ഏകാദശിയുമായി ബന്ധപ്പെട്ട സമയമാണ് പാരണ. 14 രാവിലെ 6:41 മുതൽ 10 മണി വരെയുള്ള സമയത്ത് പതിവായി കഴിക്കുന്ന തുളസി തീർത്ഥത്തിനോടൊപ്പം അവലോ മരലോ ഉണക്കലരിയോ ഒക്കെ ഇട്ട് ഭഗവാനെ വ്രതം അവിടുത്തെ പാതാരവിന്ദങ്ങളിൽ ഭക്തി ശ്രദ്ധാപൂർവം സമർപ്പിക്കുന്നു എന്ന ഭാവത്തോടുകൂടി ആ തുളസി തീർത്ഥം സേവിക്കുക. ക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്നവരെ ക്ഷേത്രത്തിൽ പോയി തീർത്ഥം സേവിക്കുക, അല്ലാത്തവർ വീട്ടിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ പാരണ വീഴുന്ന സമയത്തോടൊപ്പം നമ്മൾ ഈ വ്രതകഥ കേൾക്കുകയും താല്പര്യമുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്താൽ വളരെ വിശേഷമാണ്. വാജപേയ യജ്ഞത്തിൻ്റെ ഫലം കിട്ടും എന്നൊക്കെയാണ് പത്മപുരാണത്തിൽ പറയപ്പെടുന്നത്. അപ്പോൾ അത്രമാത്രം പരിശുദ്ധവും പാപനാശകരവുമായ ഒരു പുരാതന വ്രതമാണ് വിജയ ഏകാദശി എന്ന് പറയപ്പെടുന്നത്. ത്രേതായുഗത്തിൽ ശ്രീരാമ അവതാരം രാവണന് സീതയെ തട്ടിക്കൊണ്ടുപോകും, ലങ്കയിൽ പോകുന്നതും സുഗ്രീവ സഖ്യത്തിലൂടെ ഹനുമാനെ ലഭിക്കുന്നതും പിന്നീട് സീതയെ കണ്ടെത്തുന്നതും സമുദ്രം കടക്കുന്ന മറുകര എത്താൻ എന്ത് ആണ് മാർഗം എന്ന് എല്ലാവരെയും സംസാര സാഗരത്തിൻ്റെ മറുകര എത്തിക്കുന്ന ശ്രീരാമചന്ദ്രസ്വാമിക്കാണോ കേവലം ഒരു സമുദ്രം ജലാശയം കടക്കാൻ ബുദ്ധിമുട്ട്? പക്ഷേ അതല്ല, അർത്യാവതാരസ്യ അർത്ഥസ്യ ശിക്ഷണം. മനുഷ്യരൂപത്തിൽ വന്നാൽ
എന്തൊക്കെ ഇവിടെ പ്രാരബ്ധങ്ങൾ, ദുഃഖങ്ങൾ, സങ്കടങ്ങൾ, പ്രതിബന്ധങ്ങൾ ഒക്കെ അനുഭവിക്കേണ്ടി വരും. അതിൻ്റെ മുമ്പിൽ എങ്ങനെ അതിനെ തരണം ചെയ്യണം എന്ന് നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. ഈ സമയത്ത് ലക്ഷ്മണൻ പറയാണ്, ഇവിടെ അടുത്ത് കേട്ട ഭഗദാൽഭ്യൻ എന്ന ഒരു മഹർഷിയുണ്ട്, നമുക്ക് മഹർഷിയോട് ചോദിക്കാം എന്ന് പറഞ്ഞ് ലക്ഷ്മണസ്വാമിയും ശ്രീരാമചന്ദ്രസ്വാമിയും കൂടി അതാ ഭഗദാൽഭ്യ മഹർഷിയെ കാണാനായിട്ട് പോകുന്നു. മനുഷ്യനായി അവതരിച്ച പുരാണ പുരുഷനാണ് രാമൻ എന്നറിഞ്ഞ് സന്തോഷിച്ച് എന്താണ് ആഗമന ഉദ്ദേശം എന്ന് മഹർഷി ആരായുന്നു. അപ്പോൾ ശ്രീരാമചന്ദ്രസ്വാമി പറഞ്ഞു, ഹേ ബ്രഹ്മൻ മഹാത്മാവേ, ഇവിടുത്തെ പ്രസാദത്താൽ എനിക്ക് ലങ്ക ജയിക്കാനും അതുപോലെ ജയിക്കാൻ വേണ്ടി എന്ത് വേണം? സമുദ്രം തീരത്ത് വന്നിരിക്കുകയാണ്. ഇവിടുന്ന് പ്രസാദിച്ചെനിക്ക് ഈ സമുദ്രം കടക്കാനുള്ള ഉപായം പറഞ്ഞു തന്നാലും എന്ന്. അപ്പോൾ ഭഗദാൽഭ്യ മഹർഷി ശ്രീരാമചന്ദ്രസ്വാമിയോട് പറഞ്ഞു, വ്രതങ്ങളിൽ വെച്ച് ഉത്തമമായ വിജയിക ഏകാദശി അനുഷ്ഠിക്കുക, എന്നാൽ ഭഗവാന് വേഗത്തിൽ വിജയം ലഭിക്കും. ഭഗവാൻ ലങ്കയെയും രാക്ഷസന്മാരെയും ഒക്കെ ജയിച്ച് സ്വച്ഛമായ കീർത്തി നേടും. ഫാൽഗുന മാസത്തിലെ കറുത്തപക്ഷ ഏകാദശിയാണ് വിജയിക ഏകാദശി. അതനുഷ്ഠിച്ച് വിജയം വരിച്ച് വാനരന്മാരോടുകൂടി സമുദ്രം കടക്കാൻ സാധിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ശ്രീരാമചന്ദ്രസ്വാമി പോലും ഭഗദാൽഭ്യ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം വ്രതമനുഷ്ഠിക്കുകയും പിന്നീട് രാവണനെ വധിച്ച് ലങ്ക കീഴടക്കി സീതയെ വീണ്ടെടുത്തു. അപ്പോൾ ഈ വ്രതം ആചരിക്കുന്ന മനുഷ്യർക്ക് ഇഹലോകത്തിൽ എല്ലാവിധ ജീവിത വിജയവും ഫലത്തിൽ അക്ഷയമായ ലോകം ലഭിക്കും. അതിനാൽ ഈ വിജയാവ്രതം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി വിദ്യാവണ്ണം അനുഷ്ഠിക്കുവാനും അതുപോലെ ഭഗവാന്റെ അനുഗ്രഹം നേടാനും സാധിക്കട്ടെ. അതുപോലെ ഇത് കേൾക്കുക, മറ്റുള്ളവർക്ക് താല്പര്യമുള്ള അവരെ കേൾപ്പിക്കുക, അതുപോലെ പറയുക ഒക്കെ ചെയ്യുന്നവർക്ക് വാജപേയ യജ്ഞത്തിൻ്റെ ഫലം കൂടെ കിട്ടും എന്ന ഒരു ഫലസിദ്ധിയുടെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ വിജയിക ഏകാദശി അനുഷ്ഠാനത്തെ പറയുന്നത്. അങ്ങനെ ഓരോ വാക്കുകളും പിന്നെ ഗുരുവായൂരപ്പൻ്റെ ചേവടികളിൽ തുളസി പൂക്കളായി സമർപ്പിച്ച് അവരവരുടെ ആരോഗ്യത്തിനും പ്രായത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് വ്രതങ്ങൾ അനുഷ്ഠിച്ച് ഭഗവാന്റെ അനുഗ്രഹത്തിന് ഭക്തിബോധയാവണം എന്ന് പറഞ്ഞുകൊണ്ട് കായേന വാച മനസേന്ദ്രിയവ ബുദ്ധ്യാത്മനാവ പ്രകൃതിയെ സ്വഭാവാത് കരോമി എത്തിയൽ സ്വലം പരസ്മൈ നാരായണ ഏതി സമർപ്പയാമി. നാരായണ നാരായണ നാരായണ.